നമ്മുടെ RDO ഉദ്യോഗസ്ഥൻ, അതുപോലെ പോലീസ് ഓഫീസർമാർ, ഡോക്ടർമാർ, നമ്മുടെ ഇത് പൊളിക്കുന്നതിന് വേണ്ടിയുള്ള 2-3 തൊഴിലാളികൾ, ജനപ്രതിനിധികൾ, കൗൺസിലർമാരും അതിയന്നൂർ പഞ്ചായത്തിൻ്റെ 2 പഞ്ചായത്ത് മെമ്പർമാരും ഉണ്ടായിരുന്നു. നമസ്കാരം. നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ കുഴിമാടം അല്ലെങ്കിൽ സമാധി സ്ഥലം ഇന്ന് ഹൈക്കോടതിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം പൊളിച്ച് പോലീസ് പരിശോധിക്കുകയും ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് തല മുകളിലേക്ക് പൊക്കി വെച്ച് അതേപോലെ ശരീരം മുഴുവൻ സുഗന്ധദ്രവ്യങ്ങളിലും ചന്ദനത്തിലും ഭസ്മത്തിലും പൊതിഞ്ഞു കിടക്കുന്നതുമായാണ് കണ്ടത്. ബോഡി പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ അതിൽ ഇപ്പോൾ പുറത്തു വന്ന വിവരം അതിൽ അസ്വാഭാവികമായിട്ടുള്ള മുറിവുകളൊന്നുമില്ല എന്നുള്ള വിവരം ഇൻക്വസ്റ്റ് നടത്തിയപ്പോൾ പുറമേ ഉള്ള ഭാഗങ്ങൾ നോക്കുമ്പോൾ ശരീരത്തിൽ എവിടെയും മുറിവുകളോ ചതവുകളോ ഉള്ളതായി പ്രഥമ ദൃഷ്ട്യാ ബോധ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് വന്നത്. ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കഴിഞ്ഞ ശേഷം മാത്രമല്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന ശേഷം അതിൻ്റെ ആന്തരികാവയവങ്ങൾ അടക്കം അത് ടെസ്റ്റിന് അയക്കണം, കെമിക്കൽ പരിശോധനയ്ക്ക് അയക്കണം. അതിൽ വിഷമോ മറ്റു മരുന്നുകളുടെ അമിതമായ ഉപയോഗമോ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റും. നേരത്തെ വീട്ടുകാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പോലെ അത് നേരത്തെ ആ ബോഡി പത്മാസനത്തിലിരിക്കുകയായിരുന്നു. പത്മാസനത്തിലിരുന്നു കൊണ്ട് ശരീരത്തിന് ചുറ്റും ഭസ്മവും അതേപോലെ ചന്ദനവും അതേപോലെ സുഗന്ധദ്രവ്യങ്ങളും അടങ്ങിയ വസ്തുക്കൾ വെച്ചു എന്ന് പറയുന്നത് സത്യമായിട്ട് വന്നിരിക്കുകയാണ്. അതിൻ്റെ വായ തുറന്നപ്പോൾ മോടി തുറന്നപ്പോൾ കാണുന്നത് വായ തുറന്ന് കിടക്കുന്ന ഗോപൻ സ്വാമിയെയാണ്. എന്തായാലും ഇതൊരു സമാധിയായിട്ട് വിശ്വസിക്കാതിരിക്കുന്നതിന് ആളുകൾ പറയുന്നത് ഇദ്ദേഹത്തിന് എഴുന്നേറ്റ് നടക്കാൻ പോലും ബാത്റൂമിൽ പോലും പോകാൻ പറ്റാത്ത വിധത്തിലുള്ള കിടന്ന കിടപ്പിൽ മൂത്രമൊഴിക്കുകയും മലമൂത്ര വിസർജനം നടത്തുകയും ചെയ്യുന്ന ഒരാളാണ്. അത്രയും ദയനീയമായ ഒരവസ്ഥയിൽ എങ്ങനെ എഴുന്നേറ്റ് നടന്ന് സമാധിയായി? ഇതൊരു തട്ടിപ്പാണ്. ഇങ്ങനെ തട്ടിപ്പിലൂടെ സ്വാമി അവിടെ ഒരു വലിയ അമ്പലം പണിഞ്ഞ് വലിയ ദിവ്യമായ അനുഭവമുണ്ടെന്ന് പറഞ്ഞ് ദൈവമാക്കി മാറ്റുന്ന വലിയ തട്ടിപ്പുകാരുണ്ട്. അതേപോലെ ഇവിടെ തട്ടിപ്പാക്കാനായി മാറ്റാൻ വേണ്ടിയുള്ള സംഭവമാണ് ഇവിടെ നടന്നിട്ടുള്ളത് എന്നാണ് വീട്ടുകാരുടെ ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങളെക്കുറിച്ച് നാട്ടുകാർ പറയുന്നത്. നാട്ടുകാർ പറഞ്ഞ അഭിപ്രായങ്ങൾ കൃത്യമായി പറഞ്ഞാൽ അവിടെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും ഗോപൻ സ്വാമിയെ ഒരു ദൈവമാക്കി മാറ്റാനുള്ള കാര്യമാണ് അവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നാണ്. കാരണം അവിടെ എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നതൊക്കെ എങ്ങനെ എഴുന്നേറ്റ് നടക്കാൻ പറ്റി? മുമ്പും ഇദ്ദേഹത്തിൻ്റെ പിതാവ് സമാധിയായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എൻ്റെ ഓർമ്മ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എൻ്റെ ഭാര്യ പിതാവ് യോഗാചാര്യ TG ചിദംബരം അദ്ദേഹം മരിക്കുന്നത് ഇന്ന സമയത്താണെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. എന്നോട് പല കാര്യങ്ങളും ഏൽപ്പിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം കൃത്യസമയത്ത് തന്നെ മരിച്ചു. ആ ടൈം പറഞ്ഞ സമയത്ത് തന്നെ മരിച്ചു എന്നുള്ളതാണ് സത്യം. അദ്ദേഹത്തിന് ആ യോഗ കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ബോഡിയിൽ നിന്ന് ഈ പ്രാണൻ വിട്ടുപോകുന്നത് കൃത്യമായി നേരത്തെ പറഞ്ഞു എന്നുള്ളത് സത്യമാണ്. അതേപോലെ തന്നെ ഇവിടെ നടന്നിട്ടുണ്ടോ ഒന്നും നമുക്കറിയില്ല. പക്ഷെ ഇവിടെ അസ്വാഭാവികമായിട്ടൊന്നും കാണുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം ഇൻക്വസ്റ്റ് റിപ്പോർട്ടുകളിൽ നിന്ന് വരുന്നത്. ഇനിയിപ്പം ആന്തരിക അവയവങ്ങൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിശദമായുള്ള റിപ്പോർട്ട് വരും. എന്തായാലും അവിടെ വലിയ ജിജ്ഞാസ ഒന്നുമില്ല ഇപ്പോൾ. അതിൽ ഒരു മുറിവോ ഇടിവോ ചതവോ ഒന്നുമില്ല. പക്ഷേ വിഷം കഴിച്ചിട്ടുണ്ടോ, മരുന്ന് അധികം കൊടുത്തിട്ടുണ്ടോ, അങ്ങനെ മരണപ്പെട്ടിട്ടുണ്ടോ എന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല എന്നുള്ളതാണ് ഔദ്യോഗികമായിട്ട് ഹോസ്പിറ്റൽ അധികൃതർ പറയുന്നത്, പോലീസും പറയുന്നത്. എന്തായാലും കേരളത്തെ മുൾമുനയിൽ നിർത്തിയ ഒരു സംഭവമാണ് ഗോപൻ സ്വാമിയുടെ ഈ മരണം. ബോച്ചയുടെ സംഭവത്തിന് ശേഷം ഇന്നലെ ബോച്ചയായിരുന്നു നിറഞ്ഞു നിന്നിരുന്നത്. ആ ബോച്ചയുടെ സംഭവത്തിന് ശേഷം ഇന്ന് ഗോപൻ സ്വാമിയാണ് പ്രധാന കഥാപാത്രം. ഗോപൻ സ്വാമി സമാധി സ്ഥലം മൂടി തുറന്ന് തുറന്ന് പരിശോധിച്ചപ്പോൾ കണ്ട കാര്യം ഇന്ന് അതാണ് ചർച്ച ചെയ്യുന്നത്. എന്തായാലും മനുഷ്യനെ ജീവനോടെ കുഴിച്ചു മൂടുന്ന ആളുകളുണ്ട്. ഇങ്ങനെ വിശ്വാസം ഉണ്ടാക്കാൻ വേണ്ടി എന്നിട്ട് വലിയ ദൈവമാക്കി മാറ്റുന്ന അതുപോലെ ആണോ അല്ലയോ എന്ന് ഇപ്പോഴും നമുക്ക് തീർച്ചയായും പറയാൻ പറ്റില്ല. പക്ഷേ ഇതുവരെയുള്ള കാര്യങ്ങളെ അസ്വാഭാവികമായിട്ടൊന്നുമില്ല എന്ന് വേണം നമുക്ക് പറയാൻ. നന്ദി, നമസ്കാരം. നമ്മുടെ RDO ഉദ്യോഗസ്ഥൻ, അതുപോലെ പോലീസ് ഓഫീസർമാർ, ഡോക്ടർമാർ, നമ്മുടെ ഇത് പൊളിക്കുന്നതിന് വേണ്ടിയുള്ള 2-3 തൊഴിലാളികൾ, ജനപ്രതിനിധികൾ, കൗൺസിലർമാരും അതിയന്നൂർ പഞ്ചായത്തിൻ്റെ 2 പഞ്ചായത്ത് മെമ്പർമാരും ഉണ്ടായിരുന്നു.
അവിടെ തുടങ്ങിയത് എല്ലാവരും ഗ്ലൗസും മാസ്കും എല്ലാം വെച്ചിട്ട് ഈ സമാധിയുടെ ചുറ്റും ഉള്ള മണ്ണുകൾ കവറിൽ ശേഖരിക്കുന്നത് ഞാൻ കണ്ടു. ആരെന്ന് എനിക്കറിയില്ല. അതിനുശേഷം ഈ കവറിൻ്റെ 4 സൈഡിലും ഉള്ള അളവുകൾ എടുക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. അതിനുശേഷം ഈ ഉദ്യോഗസ്ഥൻ്റെ RDOയുടെയൊക്കെ നിർദ്ദേശപ്രകാരം ഈ തൊഴിലാളി ഇരുമ്പ് ഉളി കൊണ്ട് മേളിലെ സ്ലാബ് തട്ടി 4 സൈഡും തട്ടിയിട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരും ജനപ്രതിനിധികളുമായിട്ട് ഇതിനെ സ്ലാബ് എടുത്ത് താഴെ വെച്ചു. മുകളിലത്തെ സ്ലാബ്. ആ സ്ലാബ് എടുത്ത് വെക്കുമ്പോഴേക്കും ഞാനും ഈ കുഴിയിലേക്ക് എത്തി നോക്കിയായിരുന്നു. അപ്പോൾ കണ്ടത് തുണി പുതച്ചിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് ഭസ്മവും മറ്റു കാര്യങ്ങളും കഴുത്തിൻ്റെ അളവോളം ഉണ്ടായിരുന്നു. പിന്നെ സ്മെല്ല്, ഗന്ധം, കർപ്പൂരത്തിൻ്റെ ഗന്ധം കൂടി എനിക്ക് അനുഭവപ്പെട്ടു. എന്നിരിക്കുകയും ഈ തുറന്ന ഉടനെ ഈ മുകളിൽ കൂടി ഭസ്മമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ കാണുന്നത് കഴുത്തിന് കീഴെയാണ് കട്ടയ്ക്ക് കാണുന്നത്. മറ്റ് എനിക്ക് ആളിനെ നേരത്തെ അറിയാവുന്നുള്ളത് കൊണ്ട് ഇത് ഗോപൻ സ്വാമിയാണെന്നുള്ളത് എനിക്ക് വ്യക്തമായി മനസ്സിലായി. അദ്ദേഹം ഇരിക്കുന്ന ദേശത്തുള്ളവർ ചേർന്ന് സഹായങ്ങൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആദ്യം ഇവിടെയായിരുന്നു വീട്. ഈ വീട് വിറ്റാണ് അവിടെ സ്ഥലം വാങ്ങിയതും ബാക്കി കാര്യങ്ങളൊക്കെ നടന്നതും. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു മുൻ ആവശ്യമായി എൻ്റെ അടുത്ത് സമീപിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കൗൺസിലർ ആകുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു മകൻ്റെ ഭാര്യയുടെ വിഷയമായിട്ടൊക്കെ. അങ്ങനെ ഞാനുമായിട്ട് നല്ല ബന്ധമുള്ള ഒരാളാണ്. എന്നിട്ട് ഇതെല്ലാം മാറ്റിയതിന് ശേഷം സ്ട്രെച്ചർ കൊണ്ടുവന്നിട്ട് ഇദ്ദേഹത്തെ സ്ട്രെച്ചറിൽ ആക്കി അതിനുശേഷം ടേബിളിൽ കിടത്തി പോലീസ് ഓഫീസർ മറ്റ് നടപടികളെല്ലാം ജനപ്രതിനിധികളെല്ലാം നിർത്തി ഫോട്ടോ എല്ലാം എടുത്തതിന് ശേഷം ഇൻക്വസ്റ്റ് തയ്യാറാക്കി ആണ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി.